ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. സോ ആളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ പോവാണ്. മഴയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ കോലമാണിത്. സോ ഞാൻ ഗിഫ്റ്റ് പാക്ക് ചെയ്യിച്ചിട്ട് വരാം. ഓക്കെ, നമ്മളുടെ കൊണ്ടുപോയി പാക്ക് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ആൾക്ക് കൊടുക്കണം. അപ്പോൾ ആളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും നോക്കാം. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് ഓർഡർ ചെയ്ത ഒരു സംഭവമാണ്. എന്താ സംഭവം എന്നുള്ളത് ആൾ അൺഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. ഹാപ്പി ബർത്ത്ഡേ. ഇഷ്ടമായോ? സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗിഫ്റ്റ്. ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്, പിന്നെ പേരും ഇതിലുള്ള പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ തന്നെ എപ്പോഴും കണ്ടുപിടിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി മസാല ദോശയൊക്കെ കഴിച്ചിട്ട് വന്നു. ഹൈറ്റ് കൂടി ഭർത്താവുള്ളപ്പോൾ ഇതാണ് അവസ്ഥ ഗൈസ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഇപ്പോൾ? പറയൂ. തിരുമാന്താകുന്നു. ഹലോ, അങ്ങനെ ഞങ്ങൾ തിരുമാന്താംകുന്ന് പോയി. ആ സൗണ്ട് കേട്ടിട്ട് കുട്ടികളെന്നതാണ്. എങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേതൊരു മിനി വ്ളോഗായിരുന്നു. ഞാൻ തിരുമാന്താംകുന്ന് കാണിച്ചത്. ഇതാണ് തിരുമാന്താംകുന്ന്. നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് തിരുമാന്താംകുന്ന് പോകുന്നത്. പിന്നെ അകത്തുനിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പെർമിഷൻ ചെയ്യുന്നു. അങ്ങനെ പുറത്തുനിന്ന് കാണിച്ചത്. പിന്നെ ഇതാണ് അങ്ങനെ നമ്മൾ മസാല ദോശ കഴിക്കാൻ വന്നതാണ്. 4 മണിക്കൂർ ഫോണിൽ ബിസിയുള്ള എൻ്റെ ഹസ്ബൻഡ്. ഇതിന് 24 മണിക്കൂറും ഫോണ് തന്നെ വിചാരം. എവിടെ വന്നാലും what we can do. Say cheese. അങ്ങനെ നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട്. ഇതാ വന്നപ്പോൾ തന്നെ മട്ടി മിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിക്ക്. എന്താണ് അഭിപ്രായം? സോ ഗൈസ്, ബർത്ത്ഡേ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. എൻ്റെ എക്സാംസൊക്കെയാണ്. സോ ഇതും എക്സാമിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഷൂട്ടൊക്കെ. എൻ്റെ അച്ഛൻ കണ്ടപ്പോൾ തലയ്ക്കൊന്നും കിട്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. സോ ബാക്കി വിശേഷങ്ങൾ പിന്നെ ഒരു ദിവസം ആവാം. ഓക്കെ, ബൈ.